രാവിലെ ഞാൻ പക്ഷികളുടെ കൂവൽ കേട്ടാണ് ഉണർന്നത്. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എത്ര പെട്ടെന്നാണ് 10 ദിവസം കടന്നുപോയത്. കളിച്ചും ചിരിച്ചും കൂട്ടുകൂടിയും മടിപിടിച്ചും പിണങ്ങിയും ഇണങ്ങിയും എൻ്റെ വീട്ടിനടുത്തുള്ള കൂട്ടുകാരുമായി 10 ദിവസം അങ്ങനെ കടന്നുപോയി. സങ്കടമൊന്നുമില്ല കേട്ടോ. പഠിക്കാനല്ലേ സ്കൂളിൽ പോകുന്നത് എന്ന് ഓർത്തപ്പോൾ സന്തോഷം മാത്രം. നമ്മുടെ ടീച്ചർ എന്നെയും എൻ്റെ കൂട്ടുകാരെയും പഠിക്കാനും നല്ല അറിവുകൾ പറഞ്ഞു തരാനും നല്ല അനുസരണയുള്ള കുട്ടികളായി മാറാനും 10 ദിവസത്തെ ലീവ് കഴിഞ്ഞ് നമ്മളെ പോലെ സ്കൂളിലെത്തുകയാണ്. കുറുമ്പികളും കുറുമ്പന്മാരായ ഞങ്ങളെ അടിക്കുകയോ വഴക്കു പറയുകയോ ചെയ്താൽ ഞങ്ങൾക്ക് സങ്കടങ്ങളൊന്നുമില്ല കേട്ടോ. നല്ല മക്കളായി വളരുവാൻ വേണ്ടിയല്ലേ ടീച്ചറമ്മ അടിക്കുന്നത്. ഭാവിയിൽ ഞാൻ പഠിച്ചൊരു കളക്ടറായാൽ എന്തുമല്ലാത്ത എന്നെ അറിവിൻ്റെ പുസ്തക താളുകളിൽ നിന്ന് എന്നെ പറന്നുയരാൻ പഠിപ്പിച്ച, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നു പഠിപ്പിച്ച എൻ്റെ 1-ാം ക്ലാസ് മുതലുള്ള എൻ്റെ എല്ലാ ഗുരുനാഥന്മാരെയും എത്ര ഉയരങ്ങളിലെത്തിയാലും മറക്കില്ല. എൻ്റെ ജീവനും പ്രാണനുമാണ് അവർ. എൻ്റെ എല്ലാ ടീച്ചർമാർക്കും 1000 ക്രിസ്മസ് ആശംസകൾ. ചിത്രം നോക്കട്ടെ. നല്ല രസമുണ്ട് കേട്ടാ. വരക്കാൻ ഇഷ്ടാ? ഇന്ന് കൂടുന്നില്ല, അതല്ലേ. അതെയാ, സ്കൂളിലെ മത്സരങ്ങൾക്കെല്ലാം കൂടണം. ഇനി കൂടണം കേട്ടാ, എല്ലാ മത്സരത്തിനും. അങ്ങനെയുള്ള തുരത്തിലെ പരത്തിൽ നിഴലിലും അമ്പലക്കുള്ളിൽ കഥ കേട്ട് ചൂടിൽ ഉറങ്ങി തളരാതെ തിരയോടെ പൊങ്ങി തളരാതെ മോള് ഏടുന്നാ പഠിക്കല്? ഏടുന്ന് ലൈറ്റ് ഉണ്ടാവലുണ്ട് എപ്പം? ബുക്കെല്ലാം വെച്ചിട്ടുണ്ട്. ചുന്ദരിക്കുട്ടി, ഇതൊരു മാഷ്ക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. TV കാണലുണ്ടോ? വർക്ക് ചെയ്യുന്നുണ്ടോ? വർക്ക് ചെയ്യുന്നില്ല. ശരി, നിങ്ങൾ പണിക്ക് പോകുന്നില്ലേ? അതെയാ, എനിക്കിന്ന് ക്ലാസ്സില്ല മോളെ. ഇന്നില്ല അല്ലേ? എൻ്റെ പേര് സുജിന. ഞാൻ കല്ലോട്ട് സ്കൂളിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ അനിയത്തി 4ൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ വീട്. എനിക്കിവിടെ പഠിക്കാൻ സൗകര്യമില്ല. എൻ്റെ അമ്മയും അച്ഛനും കൂലിപ്പണിക്കാരാണ്.
അപ്പൊ ഇന്നലെ അവനോട് പോകാൻ പറഞ്ഞു. പരീക്ഷ എഴുതിട്ട് വിടാന്ന് പറഞ്ഞാ പറഞ്ഞു ടീച്ചർ പരീക്ഷ എന്നിട്ട് പോണെന്ന് പറഞ്ഞിട്ട് പിന്നെയപ്പോ എന്തെല്ലാം നടത്തുകൂടി ലാസ്റ്റ് പരീക്ഷ